മാനന്തവാടിയിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടിയ കാട്ടാന ചരിഞ്ഞു. ഈ വാർത്ത വന്നതിന് ശേഷം സർക്കാരിനെതിരെ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് ചില ടീമുകൾ. സംഘടിത സ്വഭാവത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ആന ചരിഞ്ഞത് സർക്കാരിന്റെ കഴിവുകേടായും പ്രൊഫഷണൽ പോരായ്മയായും എന്തിന് ആനകളോടുള്ള വിരോധമാണെന്ന് വരെ തട്ടിവിടുന്നുണ്ട് ഈ കൂട്ടർ. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഇന്ത്യയിലെമ്പാടും ഭരണ സംവിധാനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ജനവാസ കേന്ദ്രങ്ങളിലെ വന്യജീവികളുടെ സാന്നിധ്യം. കൃഷിനാശവും ജീവഹാനിയുമെല്ലാം ഇതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നു. അപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്: ഇവിടെ ആർക്കാണ് നാം പ്രയോറിറ്റി കൊടുക്കേണ്ടത്? മനുഷ്യർക്കോ വന്യജീവികൾക്കോ? തീർച്ചയായും മനുഷ്യർക്കാവണം പ്രയോറിറ്റി എന്ന അഭിപ്രായക്കാരാണ് നാം എല്ലാവരും. ജീവിതത്തിൻ്റെ അധ്വാനം മുഴുവൻ ചെലവഴിച്ച് ലോണും കടം വാങ്ങിയും വാട ഉൾപ്പെടെയുള്ള കൃഷിയും മറ്റും നടത്തി ഉപജീവന മാർഗം കണ്ടെത്തി ജീവിക്കുന്നവരോട് കാട്ടാനയെ മയക്കുവെടി വെച്ചത് ക്രൂരമാണോ എന്ന് ചോദിച്ചാൽ അവർ ഒരുപക്ഷെ ചെരുപ്പൂരി അടിച്ചേക്കും. നരഭോജി കടുവകളെ കെണിവെച്ച് പിടിക്കുമ്പോൾ വന്യജീവി സ്നേഹം കൊണ്ട് ചെന്നാൽ അവർ അടിച്ച് പേസ്റ്റാക്കി കളയും. അവരുടെ കഷ്ടപ്പാട് അവർക്ക് മാത്രമേ അറിയൂ. പകലന്തിയോളം എല്ലുമുറിയെ അധ്വാനിച്ച് വിളയിച്ച കൃഷി ഒറ്റ രാത്രി കൊണ്ട് ചവിട്ടി മെതിക്കുന്നത് കാണുമ്പോൾ ആനപ്രേമമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പാതിരാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ വീടാക്രമിക്കുകയും ജീവൻ കയ്യിൽ പിടിച്ച് നിലവിളിച്ചോടേണ്ടി വരികയും ചെയ്യുന്നവർക്ക് കടുവാ സ്നേഹം ഉണ്ടാകണമെന്ന് വാശി പിടിക്കരുത്. അല്ലെങ്കിലും നാം അറിയാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണല്ലോ. വന്യമൃഗങ്ങളോട് കൊന്നു തീർക്കൽ സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നല്ല പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉപദ്രവകാരികളാകുന്ന വന്യജീവികളെ മയക്കുവെടി വെച്ച് വീഴ്ത്തി ഉൾക്കാടുകളിലേക്ക് കയറ്റിവിടുന്നത്. നിലവിൽ അംഗീകരിക്കപ്പെട്ട ശാസ്ത്രീയ രീതി ഇതാണ്. എന്നാൽ എത്രമാത്രം കരുതലെടുത്താലും ചിലപ്പോൾ അനിഷ്ടകരമായ ചിലത് സംഭവിക്കുമല്ലോ. അങ്ങനെ ഒന്നാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ ഒന്ന്. ഏതായാലും ആനയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആനയുടെ പോസ്റ്റ്മോർട്ടം നടത്തി ആനയുടെ പരിക്ക്, ശാരീരിക അവസ്ഥ എന്നിവ വിശദമായി തന്നെ പരിശോധിക്കുന്നുമുണ്ട്. കേരളത്തിലെയും കർണാടകയിലെയും വെറ്റിനറി ടീം സംയുക്തമായിട്ടാണ് പരിശോധന നടത്തുന്നത്. 20 ദിവസത്തിനിടെ ആന 2 തവണ മയക്കുവെടി ദൗത്യത്തിന് വിധേയമായിട്ടുണ്ട്. ആനയ്ക്ക് മറ്റെന്തെങ്കിലും പരിക്കുകൾ ഉണ്ടായിരുന്നോ എന്ന കാര്യവും അന്വേഷിച്ചു വരികയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ ആനപ്രേമികളെ ഒന്ന് ക്ഷമിക്കൂ. സർക്കാരിന് മേൽ കുതിര കയറേണ്ട. ആനപ്രേമത്തിന്റെ മറവിൽ നടത്തുന്ന ഈ പേക്കൂത്തുകൾ തീർത്തും രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് വേഗം മനസ്സിലാകും.